തിരുവനന്തപുരം പടിഞ്ഞാറ്റുമുറി ദേവകി 62 അന്തരിച്ചു. ഓ അടിപൊളി. ഈ ചെറു പ്രായത്തിൽ തന്നെ പാവം ഇനി എത്ര ജീവിക്കാൻ കിടക്കണം. മതിയാ നിന്റെയൊക്കെ വിചാരത്തിൽ എന്റെ ഫോട്ടോ വരണമെന്നല്ലേ? തൽക്കാലം ഉണ്ടാവില്ലടാ. ദേട്ടാ ഉച്ചക്ക് ഊണ് കഴിക്കാനേ കുറച്ച് നേരത്തെ കാലത്തേക്ക് വരണം. ഉച്ചക്ക് വരുമല്ലോ ഊണ് കഴിക്കാൻ. അതല്ല കുറച്ച് നേരത്തെ വരണം. പ്രത്യേകത ഉണ്ടോ? അതെന്താടാ? അത് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ മാത്രമേ ഭർത്താവിനോട് നേരത്തിന് ഊണ് കഴിക്കാൻ ഭാര്യ വിളിക്കുള്ളൂ. പറഞ്ഞു കൊടുക്കാം മാവ. എപ്പോ നോക്കിയാലും ഇങ്ങനെ കളിയാക്കരുത് കേട്ടാ. എന്ത് തമാശ? സ്നേഹം എന്താന്ന് അറിയണോടാ? എന്ന് കണ്ടുപഠിക്ക്. നേരത്തിനും കാലത്ത് ഒരു ചായ തരാനും പോലും ആളില്ലാതെ വിഷമിക്കണത് എനിക്കറിയും. ഹലോ, എന്ത് ആദ്യം നല്ല വാർത്ത തന്നെ വായിക്കുക. ആളുകൾ മരിച്ചു, അതാണ് സെന്റിമെന്റ്സ് ആവുന്നത്. കളിയാക്കല പണിയാണ്. പോട്ടാ നിക്കടാ. പാസിൽ വരട്ടെ? പാസിൽ വരില്ല. അതെന്താ? അനുരഞ്ജന ചർച്ചയ്ക്ക് പോയിരിക്കും. എവിടെ? കളക്ടറേറ്റിലോ സെക്രട്ടേറിയറ്റിലോ? രണ്ടിടത്തല്ല, എന്റെ ഭാര്യ വീട്ടില്. എന്താ പ്രശ്നം? കഴിഞ്ഞ ദിവസം അവൻ ബിരിയാണി മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. ഒരു പൊതി ഉമ്മാക്ക്, ഒരു പൊതി ബീവിക്ക്. പിന്നെന്താടാ പ്രശ്നം? ഭാര്യയ്ക്ക് ഒറ്റയ്ക്ക് കൊടുന്നില്ലല്ലോ, രണ്ടാൾക്കും കൊടുന്നില്ലേ? പ്രശ്നം വരാൻ പോകുന്നേ ഉള്ളൂ. 2 പൊതി ഉണ്ടേ, ഒരെണ്ണം ഉമ്മയ്ക്ക്, ഒരെണ്ണം ബീവിക്ക്. അപ്പൊ ബീവിക്ക് കിട്ടിയ പൊതിക്കകത്ത് കോഴിക്കാല് കിട്ടി. ഉമ്മയ്ക്ക് കിട്ടിയ പൊതിക്കകത്ത് കോഴിക്കാലും ഇല്ല, ഒരു പീസ് കുറവും തന്നെ. അയ്യോ, പിന്നെ പ്രശ്നം അവന്റെ ഒരു കഷ്ടകാലേ. അതെ, ഇതൊന്നും അത്ര ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല. നീ എന്താടാ ഈ പറയുന്നത്? വീട്ടിലേക്ക് 2 ബിരിയാണി മേടിച്ചു കൊണ്ടുവരുമ്പോ അത് തുറന്നു നോക്കാൻ പറ്റുമോ? ചിലതിലെ കഴുത്താവും, ചിലതിലെ കാലാവും. അമ്മാവാ, മാങ്ങാന്ന് പറയുമ്പോ തേങ്ങാന്ന് പറയരുത് കേട്ടോ. തേങ്ങ മേടിക്കണ്ടടി. നീ അങ്ങ് നടിക്കല്ലേ, വലിയ നടനാവല്ലേ. നീ ഇപ്പൊ കളിക്കുന്നത് തീവടാണ്. അയ്യോ ആളിയ, ഇലക്ട്രിസിറ്റി ബോർഡിലാണ് ഞാൻ വർക്ക് ചെയ്തത്. ലാൻഡ്മാൻ ആണ് ഞാൻ. കറണ്ടിനോടാണ് കളിക്കുന്നത്. കറണ്ട് കളിക്കുമ്പോഴല്ലേ ഇത് കുറച്ചുകൂടെ അങ്ങ് പൊള്ളും കേട്ടോ. നിർത്ത്. ഇന്നിപ്പോ എന്താ എന്റെ പ്രശ്നം? അമ്മാവാ, ഇവൻ കാണിച്ച എന്താണെന്നറിയാമോ? ഞങ്ങളുടെ പാർട്ടി ഓഫീസിലെ ഫീസ് ഊരിക്കുന്നു. അതെന്ത് പണിയാടാ നീ കാണിച്ചത്? എടാ, നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ ഞങ്ങളുടെ പാർട്ടി ഓഫീസിലെ ഫീസ് ഊരാൻ? അത് എന്റെ ജോലിയുടെ ഭാഗമാണ്. എന്റെ ജോലിയുടെ ഭാഗമാണ്. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് മുമ്പ് ഫീസ് കൊണ്ട് കുത്തിയില്ലെങ്കിൽ നിനക്ക് പൊള്ളും കണക്കാ. 6 മണിക്ക് മുമ്പേ കൊണ്ട് ക്യാഷ് അടച്ചാൽ ഞങ്ങളുടെ ഫീസ് കുത്താം. അത് ശരി. അപ്പൊ കാശ് അടക്കാഞ്ഞിട്ടാണ് ജോലി ചെയ്തല്ലടാ. അമ്മാവാ, ഇത് പാർട്ടി ഓഫീസാണ്. ഇത് കണ്ട, ഈ ലിസ്റ്റ് കണ്ട, ഇത്രയും സ്ഥലത്ത് ബില്ല് അടയ്ക്കാത്തത് കൊണ്ട് ഇന്ന് പോയി ഫീസ് വരാനുള്ള സ്ഥലങ്ങളാണ്. നീ അതൊക്കെ ഊരിക്കോ, പക്ഷെ പാർട്ടി ഓഫീസിനോട് കളിക്കണം നല്ലതല്ല. നീ 6 മണിക്ക് മുമ്പ് ഫീസ് കുത്തിയിരിക്കണം. അളിയ, 6 മണിക്ക് മുമ്പ് കൊണ്ട് ക്യാഷ് അടയ്ക്കണം. അപ്പൊ ഞാൻ ഫീസ് കൊണ്ട് തിരിച്ചു കുത്തും. ക്യാഷ് അടച്ചില്ലെങ്കിൽ നീ ഫീസ് കുത്തൂല. നീ നോക്കിക്കോ കനക, ഈ മാസത്തെ എന്റെ വീട്ടിലെ കറണ്ട് ബില്ല് ഞാൻ അടക്കില്ല. നീ എന്റെ ഫീസ് ഒന്ന് ഊരടാ. കാണട്ടെ, നീ എന്റെ ഫീസ് ഊരടാ, കാണട്ടെ. നീ ആദ്യം കഴിഞ്ഞ മാസം ബില്ല് അടയ്ക്കും. അടച്ചിട്ടില്ല. കഴിഞ്ഞ മാസം ഞാൻ മനഃപൂർവ്വം അടയ്ക്കാതെയാണ്. നീ എന്ത് ചെയ്യുന്ന എനിക്ക് അറിയണമല്ലോ. ഞാൻ നോക്കിയിരിക്കരുത്. നീ ഊരി നോക്കടാ എന്റെ ഫീസ്. കഴിഞ്ഞ മാസം ഞാൻ ഊരാത്തതിനൊരു കാരണമുണ്ട്. കാരണം വേറൊന്നുമല്ല മാവാ, ഇവന് പേടി. എന്നെ എന്റെ പാർട്ടിയും പേടിയാ. എടാ, നിന്റെ പാർട്ടിയും പേടിച്ചിട്ടല്ല. പിന്നെ നിന്റെ വീട്ടിൽ സകല കാര്യം ഇവിടെ അടക്കുള്ളൂ. പിന്നെ അരപ്പ്, തേപ്പ് എല്ലാം ഇവിടെ അടക്കുള്ളൂ. അങ്ങനെ അതുകൊണ്ട് ഞാൻ അടച്ചില്ല. നീ ഒരു കാര്യം, നീ എന്റെ ഫീസ് ഊരി പ്രാവശ്യം അത് കാണട്ടെ. എന്ത് കാണാൻ തരുന്നത്? കാണോടാ, നീ ഊരാ വന്ന് നോക്കടാ. ഈ മാസത്തെ ബില്ല് നീ അടച്ചില്ലെങ്കിൽ ഞാൻ ഊരിയിരിക്കും. നീ ഞൊട്ടും. കളിച്ചുണ്ടല്ലോ ഇവൻ. കളി അവകടമാണിത്. മര്യാദക്ക് ഓഫീസിലെ പൈസ കൊണ്ട് അടച്ചാ നിന്റെ പാർട്ടി ഓഫീസിൽ ഞാൻ ഫീസ് വയ്ക്കും. അങ്ങനെ വേണ്ട, ഞങ്ങൾ കാശ് അടയ്ക്കാതെ കറണ്ട് വരുന്നത് ഞങ്ങൾക്ക് അറിയാടാ. പറഞ്ഞ് മനസ്സിലായിക്കോളാം ഇവന്. 3, 4, 7 പേരുണ്ട്. നീ പോടാ അവിടെ. അത് മതിയടാ, ഒരെണ്ണം മതിയടാ. ഞങ്ങൾ ഒരെണ്ണം. നീ കഴിഞ്ഞ മാസത്തെ ബില്ല് അടച്ചതിന്റെ കാര്യം അറിയാലോ. കഴിഞ്ഞ മാസത്തെ കറണ്ടിന്റെ പൈസ അടച്ചതേ നീ കരഞ്ഞ് കാലി പിടിച്ചിട്ടാ. ഈ മാസം അവന്റെ കാശ് ഉണ്ടാവില്ല അടക്കാൻ. അതുകൊണ്ട് കാട്ടിക്കൂട്ടണ ഓരോന്ന്. ഈ മാസം വരട്ടെ. നീ അടച്ചോ, അനുഭവിച്ചോ. നേരത്തെ വരണേ. നിന്റെ അടുത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, രാവിലെ ഇറങ്ങാൻ നേരത്തെ ചിരിച്ച മുഖമായിട്ടിരിക്കണം. അല്ലെ മോന്റെ മനസ്സിറങ്ങി ഇങ്ങനെയൊക്കെ ഉണ്ടാവും. എടി, അപ്പൊ ചിരിച്ചു കാണിച്ചു കൊടുക്ക്. മതിയാ, കൂടുതൽ ചിരിക്കല്ലേ, ആ പത്രത്തിൽ പടം വരും. എടി, അവൻ പറഞ്ഞ പോലെ ഒന്ന് ചിരിച്ചു കാണിച്ച എന്താ കുഴപ്പം? ചിരിക്കാനേ എനിക്കിപ്പം മനസ്സില്ലായിരുന്നു. വലിയ സാധനം. ഇങ്ങനെയുണ്ട് ഒരു ഉപദ്രവം. കണ്ണു തെറ്റി അവന്റെ അടുത്ത് പോയി തമ്മിത്തല്ല് വിടും. മര്യാദക്ക് ഞാൻ പറഞ്ഞു ഇവിടെ ഇരുന്നിട്ട് പോവാൻ. ഒരു മനുഷ്യന് ഇഷ്ടമല്ലാന്ന് പറഞ്ഞ് ഇങ്ങനെ ഉപദ്രവിക്കാൻ പോകുന്നേ. അവനെ കളിക്കുന്നത് ആരോടാണെന്ന് അറിയില്ല. നല്ല ഹോട്ടലിൽ നിന്ന് ഊണ് കഴിക്കട്ടെ, അപ്പൊ പഠിക്കും. എടാ, വീട്ടിലെ ഭക്ഷണം നല്ലത്. ഹോട്ടലിലെ ഭക്ഷണം കഴിച്ചാൽ ഏത് ഹോട്ടലായാലും ഗ്യാസ് എന്നറിയും. അയ്യോ, ഞാൻ ഒന്നും പറഞ്ഞില്ല. എടാ, നീ എന്താവശ്യത്തിനും വെറുതെ രാവിലെ അവിടെ വന്ന് ചൊറിയാൻ നിൽക്കണ്? അവൻ എന്ത് ചെയ്തോന്ന് നീ പറഞ്ഞു? ഞാൻ വെറുതെ ചൊറിഞ്ഞത്.
അവൻ കാണിച്ച ഈ തെമ്മാടി തരത്തിൽ അമ്മാവില്ലല്ലോ അവന് സപ്പോർട്ട് ചെയ്തോ? ഞാൻ ഇന്നേ വരെ ഈ കല്യാണം കഴിഞ്ഞ് ഈ വീട്ടിൽ വന്നിട്ട് ഒരു പ്രാവശ്യം എന്നെ സപ്പോർട്ട് ചെയ്ത് എന്തെങ്കിലും ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ടോ? അതിന് നിന്റെ വായന എന്തെങ്കിലും ഒരു നല്ല വാക്ക് കേട്ടാലല്ലേടാ പറയാൻ പറ്റൂ. എടാ എനിക്ക് രണ്ടുപേരും ഒരുപോലെയാണ്. അയ്യോ അയ്യോ അങ്ങനെ ഒന്ന് പറഞ്ഞോളല്ലേ. അവൻ എന്ത് തെറ്റ് ചെയ്തു എന്നാ നീ പറയുന്നത്? അവൻ എന്താ ചെയ്യാത്തെ? എടാ ബില്ല് അടക്കേണ്ട സമയത്ത് ബില്ല് അടച്ചില്ലെങ്കിൽ ഫീസ് വരണം. അത് നിയമമാണ്. ആ ജോലിയില്ലേ അവൻ ചെയ്തുള്ളൂ. ഇത് എവിടത്തെ ഫീസാ ഊരിക്കണേ? ഞങ്ങളുടെ പാർട്ടി ഓഫീസിലെ. അതുപോലെ ഒരു പൊതുജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന്റെ ഫീസൊക്കെ വന്ന് വലിച്ചൂരുക എന്ന് പറഞ്ഞ പുച്ഛം. അവൾക്ക് പുച്ഛം. എന്റെ പാർട്ടി ഓഫീസ് എടാ നഗരസഭയായാലും ഹോസ്പിറ്റലായാലും ശരി ബില്ല് അടക്കണം. ഈ സംഭവം ഉണ്ടല്ലോ അങ്ങ് കേന്ദ്ര നേതൃത്വം അറിഞ്ഞു. ഇനി ഇത് വലിയ വിഷയാവും. അവിടുന്ന് എന്താ വിളിച്ച് പറഞ്ഞിരിക്കണെന്ന് അറിയാമോ? എന്നോടുള്ള പക തീർക്കാൻ വേണ്ടി എന്റെ ആളിയെ മനഃപൂർവ്വം വന്ന് പാർട്ടി ഓഫീസിലെ ഫീസ് ഊരിയെന്നാണ്. കേന്ദ്ര നേതൃത്വം? എന്റെ പാർട്ടിയിലെ കേന്ദ്ര നേതൃത്വം അല്ല നീ എന്നല്ലടാ ഒരു പാർട്ടി. അമ്മാവ തമാശ കളിക്കരുത്. എന്റെ അണികളാണ് വിളിച്ച് പറഞ്ഞു കൊടുത്തത് അവിടെ. അണികളാകെ രണ്ടുപേരല്ലേ ഉള്ളൂ. അതല്ലേ അണികള്. കൂടുതലും നിങ്ങളുടെ നടപ്പ് കണ്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഇന്ത്യ മഹാരാജ്യം മുഴുവൻ ഭരിക്കണത് നിങ്ങളുടെ പാർട്ടിയാണെന്ന് തോന്നുന്നു. ആണടി ഞങ്ങൾ ഭരണത്തിൽ വരട്ടെ. വരും നോക്കിക്കോ അപ്പൊ കാണാം ഇവിടെ എന്തൊക്കെ നടക്കും. നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും ശരി കനകൻ ഇളകില്ല. അവൻ പട്ടാളക്കാരന്റെ മകനാ. അതുകൊണ്ട് ഞാൻ ഇനി കുമ്പിട്ട് നിൽക്കണോ? അതിന് എന്നെ കിട്ടൂലേ കേട്ടാ? അല്ലെങ്കിൽ ഒന്ന് ആലോചിക്കണ്ടേ, ഇപ്പൊ കേരളം മുഴുവൻ പ്രളയത്തിലായിരുന്നു. ഇങ്ങനെ ഒരു ദുരിതം കിടക്കുന്ന സമയത്ത് ഒരു സ്ഥാപനത്തിന്റെ ഫീസ് ഊരാമോ? അതിന് തിരുവനന്തപുരത്ത് എവിടെ പ്രളയം? തിരുവനന്തപുരത്ത് പ്രളയം ഇല്ലെങ്കിലും തിരുവനന്തപുരം എന്ന് പറയുന്നത് എന്താ കേരളത്തിന്റെ തലസ്ഥാനമാണ്. ഈ തലസ്ഥാനത്ത് കൂടിയല്ലേ എല്ലാ കാര്യങ്ങളും നടക്കണേ. ഞങ്ങൾ എന്തെല്ലാം സഹായങ്ങളാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൾക്കാർക്ക് വേണ്ടി. ഇതിനിടയ്ക്ക് വന്ന് ഈ തെമ്മാടിത്തരം കാണിക്കാൻ കൊള്ളാം. സമ്മതിച്ചു. നിന്നോട് പറഞ്ഞു ജയിക്കാൻ ഞാനില്ല, ഞാൻ നിർത്തി. അതാണ് ഇതാ ഞാൻ പറഞ്ഞത്. വാ കൊണ്ട് പറഞ്ഞു ജയിക്കാൻ ഈ മുതലിനോട് ആർക്കും പറ്റൂല. പറ്റൂലടി പറ്റൂല. കാരണം എന്താ? സത്യവും നീതി ഞങ്ങളുടെ ഭാഗത്താ. കുന്താണ്. അതെ ഇവിടെ നിന്ന് എനിക്ക് ഭ്രാന്ത് വരും. ഞാൻ പണിക്ക് പോകും. അമ്മ കഴിച്ചിട്ട് പോവാം. വേണ്ട വേണ്ട. അവിടെ ഇന്നലെ വൈകിട്ട് കനകനെ നെയ്മീൻ കൊടുക്കുന്നുണ്ട്. അതിങ്ങനെ അവിടെ ഇപ്പം രാവിലെ നല്ല കറിയിട്ട് വെച്ചു. അപ്പൊ നെയ്മീനും പുട്ടും കൂടിയിട്ട് ഒരു പിടി പിടിച്ചു. ഒരു ലൈൻമാന്റെ വീട്ടിൽ നെയ്മീനൊക്കെ നല്ല പൈസ കൊടുക്കണം. ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ സത്യസന്ധമായ കാശൊന്നും അല്ല. എവിടെ നിന്നൊക്കെ എടുത്ത് വാങ്ങണുണ്ട്. പോടാ അവിടെ നിന്ന്. അവ അധ്വാനിക്കണത് തിന്നാനും കുടിക്കാനും കുടുംബം നന്നായി ജീവിക്കാൻ. എന്നെ പോലെയല്ല, നല്ല റൗണ്ടിലേ വെട്ടിട്ട് നല്ല ഇതിന്റെ പങ്ക് പറ്റിയുണ്ടല്ലോ അമ്മാവാ. അങ്ങ് ചെല്ലുമ്പോ ചോദിക്കും കേട്ടോ. ഞാൻ അനുഭവിച്ചോളാം. കഷ്ടം. അതെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാടിനും വീട്ടുകാർക്കും ഒന്നും ക്ലീറ്റോനെ കൊണ്ട് ഗുണമില്ല. പക്ഷെ ക്ലീറ്റോ മെഡിക്കൽ കോളേജിലെ പിള്ളേർക്കൊന്ന് ചെന്ന് നിന്ന് കൊടുക്ക്. അവർ ഈ ബോഡി മൊത്തത്തിൽ പരിശോധിക്കും. പ്രത്യേകിച്ച് നിങ്ങളുടെ നാക്ക്. ലോകത്തിൽ ഇങ്ങനെ 1 or 2 ഉണ്ടാവുള്ളൂ. അതിനകത്ത് ഒരെണ്ണം ഇവിടെ ഇങ്ങനെ മല പോലെ ഇരിപ്പുണ്ട്. ഒന്ന് നിന്റെ ആങ്ങൾ അപ്പുറത്തുണ്ടടി, അവനും ഉണ്ട്. ഞാൻ ഇവിടെ വന്ന് തന്നെയാണ് ഇങ്ങനെ ആയിപ്പോയത്. ഏത് സമയത്താണോ ഞാൻ ഈ വീട്ടിൽ ഒന്ന് പെട്ടത്. ഇത് കഴിയട്ടെ എന്നിട്ട് മതി. പിന്നെ എടുക്കാതെ നിനക്കൊന്ന് ഉടക്കിട്ടത്. നീ ഇത് മുഴുവനും ഇവിടെ കൊടുന്നു വെച്ചാലോ? അപ്പൊ കനകം വന്ന് അവന് കൊടുക്കണ്ടേ? ഏട്ടനുള്ളതൊക്കെ ഉണ്ട്. അമ്മാവൻ കഴിക്കും. എങ്ങനെയുണ്ട്? സ്വല്പം പുളി കൂടി, എന്നാലും കുഴപ്പമില്ല. എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കുമല്ലോ. അതെ അപ്പുറത്ത് കൊടുത്തോ? തങ്കത്തിന്റെ വീട്ട് കൊടുത്താ? ഇല്ല. കൊടുക്കണം കേട്ടാ. അവിടുന്ന് തങ്കം ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ പുട്ടും നെയ്മീനാണെന്ന്. അത് ക്ലീറ്റസ് കേൾക്കും ചെയ്തിട്ട് ഇനി കൊടുത്തില്ലെങ്കിൽ അത് മതിയോ? ഞാൻ കൊടുത്തേക്കാം. വരണോക്ക് എനിക്ക് അപ്പോഴും അറിയാം നെയ്മീൻ പറഞ്ഞാൽ മണത്ത് മണത്ത് വരുന്നു. വാ വാ വാ. എന്തോ ഇരിക്കാം. ഇല്ല ഞാൻ അതൊന്നും വന്നതല്ല. ജനതയോട് വളരെ ഗൗരവമായിട്ടൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഒന്നുമില്ല, നിന്റെ കെട്ടിയവനില്ലേ അവനെ നീ 3 കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം. ഇച്ചിരി എഴുത്തുകാട്ടം കൂടുതല, പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അവന്റെ കളി നല്ലതല്ല. കഴിച്ചോണ്ട് പറ. അതെ എന്താ കാര്യം? എന്താ നിക്ക് ഞാൻ പറഞ്ഞത് സംഭവം ഇത് കഴിക്കാം. ഈ പാവം കാണിച്ചില്ലേ ഈ പാർട്ടി ഓഫീസിൽ വന്ന് ഈ ഫീസ് വരേണ്ട വല്ല കാര്യമുണ്ടോ? എന്റെ ക്ലീറ്റോ ചേട്ടാ എല്ലായിടത്തും പോയി ഊരിയപ്പോ അവിടെയും വന്ന് ഫ്യൂസ് ഊരി കാണും. അത് ഏട്ടന്റെ ഡ്യൂട്ടി അല്ലേ? ഇത് ഡ്യൂട്ടി ഒന്നുമല്ലേ. ഇതിപ്പോ അവർ എന്നോടുള്ള വൈരാഗ്യം തീർത്ത പോലെ അങ്ങനെയാണ് എല്ലാരും പറയുന്നത്. പിന്നെ എന്ത് വൈരാഗ്യം? ഇതിലൊക്കെ എന്ത് വൈരാഗ്യം തീർക്കാൻ?
അല്ലെങ്കിൽ പിന്നെ ഏട്ടന് ഓഫീസിലേക്ക് പോകാൻ പറ്റത്തില്ല. രാവിലെ ഇവിടുന്ന് പോയപ്പോ തന്നെ ഒരു ലിസ്റ്റ് ആയിട്ടാ പോയത്. ഒരു കഷ്ണം മതി. ഒരു കഷ്ണേ ഉള്ളത്. കഴിച്ചു നോക്ക്. കഴിക്കാം. നാത്തിനുള്ളത് ഞാൻ അങ്ങോട്ട് കൊടുത്തോളാം. അപ്പൊ ജമന്തി, ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല് നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഉറ്റുനോക്കുന്ന കുറെ വളർന്നു വരുന്ന നല്ല നേതാക്കന്മാരിൽ ഒരാളാണ് ഞാൻ. അത് നീ മാത്രം പറഞ്ഞാൽ മതിയോ? അതെ, ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല. അമ്മാവൻ അതങ്ങോട്ട് കഴിച്ചേ. എന്നാ അവനെ കുറച്ച് കറി കഴിച്ചു കൊടുക്കും. നീയും കഴിക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ നീ മിണ്ടില്ലല്ലോ, അപ്പൊ സമാധാനമായിട്ട് കഴിക്കാതെ. രാഷ്ട്രീയക്കാർക്ക് അത് ബാധകമല്ല. അതുകൊണ്ട് എൻ്റെ പൊന്നു മോള് സമയം കിട്ടുമ്പോൾ അവനോടൊന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. വെറുതെ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന് കേട്ടാ. ഞാൻ പറയാം. പറഞ്ഞപ്പോ ഹലോ, ആ ജമന്തിയാ. അയ്യോ, എപ്പോ? അല്ല, എന്നിട്ട് ഇപ്പൊ ഏട്ടൻ എവിടെ ഉണ്ട്? ഹോസ്പിറ്റലിലോ? അല്ല, ഹലോ, എന്താ പ്രശ്നം? അയ്യോ, കട്ടായി. എന്താണ്? എനിക്ക് അറിയത്തില്ല, ഏതോ ഒരാളായിരുന്നു. പിന്നെ ഏട്ടൻ ആരോ തല്ലിയെന്ന്. എനിക്ക് അറിയത്തില്ല, എന്താ എവിടെ ഫ്യൂസ് വരാൻ പോയപ്പോ ആരോ തല്ലി എന്നൊക്കെ പറയുന്നു. ഇത്ര കാലം അവൻ ജോലിക്ക് പോയിട്ട് ആരും തല്ലിയിട്ടില്ലല്ലോ, അപ്പൊ ഇന്ന് തല്ലി കിട്ടാൻ കാരണം? സത്യം പറയടാ, എന്ത്? നിന്റെ പാർട്ടിക്കാരല്ലേ എന്റെ കനകനെ തല്ലിയത്? ആളെ വിട്ട് അവന് തല്ലി. ആവശ്യമില്ലാതെ എന്തെങ്കിലും പറയലേ മാവ? എന്താന്ന് പറയേ? ഈ കനകനെ ആരോ തല്ലിയത്? ഒരു കാര്യം ഞാൻ പറയാം, കനകനെ തല്ലിയത് നിന്റെ ആൾക്കാരാണെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കില്ല. ഞാൻ എണീക്കടാ, എനിക്ക് എണീക്കടാ. അവൻ ആളെ വിട്ട് തല്ലിച്ചിട്ട് അവൻ കൂടെ ഞാൻ ആള് ഇനിയിപ്പോ വേറെ കാര്യമുണ്ട്. മനസ്സിന് മുറിവേറ്റ നമ്മുടെ ഏതെങ്കിലും അണികള് ചിലപ്പോ എന്തെങ്കിലും ചെയ്തോന്നു നീ അറിയണ്ട. എന്റെ അണികളോ? ഒരു കാര്യം ഞാൻ പറയാം, എന്റെ കനകന് എന്തെങ്കിലും പറ്റിയ നിന്റെ പേര് ഞാൻ ഈ വീട്ടിൽ നിന്ന് വെച്ചു ഞാൻ കാണിച്ചു തരാം. എനിക്കറിയില്ല. എന്താണ് എടി, കനകനെ ആരോ തല്ലിയെന്ന്. അയ്യോ മോളെ, ഞങ്ങളുടെ പാർട്ടിക്കാരൊന്നും അല്ല. ഈ അമ്മാവോ എന്തേലും വായി വിളിച്ച് പറഞ്ഞിട്ട്. ആരാ തല്ലിയത്? എനിക്കറിയില്ല തങ്ക, നീ ഇങ്ങനെ നോക്കരുതേ. അറിയില്ല, നീ പറയണ്ട. നിങ്ങളുടെ മുഖം കണ്ടാൽ അറിയാം, എല്ലാം അറിയാം കേട്ടോ. നിന്നാണ് കർത്താവിനാണ് മാതാവിനാണ്. ദൈവത്തിന് പറഞ്ഞിട്ടില്ല. ഞാൻ എങ്ങോട്ട് പോണ്? ഞാൻ ചെയ്തില്ലടി. ഒന്നുമില്ല, കുഴപ്പമില്ല. എന്താളിയാ? അവനൊന്നും അറിയാത്ത പോലെ ആളെ വിട്ട് തല്ലിച്ചിട്ടും പോലെ അവന്റെ അഭിനയം കണ്ടില്ലേ? ഒന്നും പറയണ്ട. രാവിലെ മുതൽ തുടങ്ങിയതാണ് അവന്റെ കുറ്റം പറയാനായിട്ട്. ഇപ്പൊ സമാധാനമായില്ല. നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയല്. അളിയാ, ആരാളിയാ തല്ലിയത്? റിഹേഴ്സൽ ലൈനിലെ ഒരു ചന്ദ്രനല്ലേ, ഇപ്പൊ നിങ്ങൾക്ക് വിശ്വാസമായല്ലോ. ഓ, സമാധാനമായല്ലോ. എന്നെ എന്തൊക്കെ ആവശ്യമില്ലാത്ത പോലെ കാര്യങ്ങൾ പറയല് കേട്ടോ. അവനെന്തിനാ തല്ലിയത്? ഞാൻ ഒരു ലിസ്റ്റ് രാവിലെ കാണിച്ചില്ലേ അമ്മ? ഈ നമ്മുടെ ഈ ഫീസ് ഇത് ക്യാഷ് അടയ്ക്കാത്തവരുടെ വീടുകളിൽ പോയിട്ട് ഫീസ് വരുന്ന ദിവസമായിരുന്നു. 2 ദിവസം വാൺ ചെയ്യായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞതാണ്, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാനവിടെ ഫീസ് വരാൻ ചെല്ലുമ്പോൾ അയാളും ഒരു 2-3 കൂട്ടുകാരും കൊണ്ടായിരുന്നു. നീ ഫീസ് വരാൻ എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. എനിക്കെൻ്റെ ജോലി തന്നെ പറ്റുള്ളൂ. ഞാൻ ഊരാൻ ചെല്ലുന്ന അവന്മാർ 3 പേരുടെ എൻ്റെ കോളിലും കയറി. നീ ഒറ്റയ്ക്കായിരുന്നു അപ്പോ? ഞാൻ ഒറ്റയ്ക്ക്. ഇത് ഭയങ്കര തോന്നിയാസമാണല്ലോ. അവന്റെ ജോലി ചെയ്യണ്ടേ? ഇത് ഇങ്ങനെ കിട്ടാൻ പറ്റില്ല. നീ എഴുന്നേറ്റ് വന്ന് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാം. വേണ്ടടി, അത് ഒരു പരാതി കൊടുക്കാട്ടാ. വെറുതെ പൊല്ലാപ്പാണ്. വെറുതെ അതിന്റെ പിറകെ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്കെടുക്കുക. ആളെയും പറഞ്ഞ് ശരിയാ. നമ്മൾ ആവശ്യമില്ലാതെ എടുത്ത് ചാടിയുണ്ടല്ലോ. അവന്മാർ ഗൾഫുകാർ അവരൊക്കെ വെള്ളം അടിച്ചിട്ട് ഇനിയും നമ്മളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. ഓ, അത് ശരി. അപ്പൊ ഇതിന്റെ പിന്നാലെ പോയ കുടുങ്ങുന്ന അറിയാലേ? എടാ, തല്ലുകൊണ്ടതേ പാലയിലെ മത്തായിയുടെ മകൻ ക്ലീറ്റോയ്ക്കല്ല, ധീരജവൻ വീരഭദ്രൻ നായരുടെ മകനാ. ചോരക്ക് ചോര ചോദിക്കണം, പകരം ചോദിക്കണം. വാടാ. ആവശ്യമില്ലാതെ എടുത്ത് ചാടാൻ കാണിക്കരുതേ കേട്ടോ. അതെ അളിയാ, നമുക്ക് ആശുപത്രിയിലോട്ട് പോകാം. എന്തോ ക്ലീറ്റോ ചേട്ടാ ഇത്? അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൊണ്ട് വഴക്കെടുന്നത് പോട്ടെന്ന് വെക്കാം. ഇത് കണ്ടവന്മാരെ കൊണ്ട് തല്ലിക്കാന്നൊക്കെ പറഞ്ഞ എന്ത് കഷ്ടോ ഇത്. ഒന്നും പറയണ്ട ക്ലീറ്റോ, എങ്ങോട്ടാ ഇറങ്ങിപ്പോക്കോ. അതെ, എനിക്ക് ആകെ ഒരെണ്ണുള്ളൂ. അതിനോട് നിങ്ങൾ തോന്നിയ ദിവസം കാണിക്കാൻ നിങ്ങൾ ഓർത്തോ?
നിങ്ങൾ കാലാക്കി വെക്കോ, ഇവിടെ ആരുമില്ല നിങ്ങളുടെ. ഞാനിവിടെ ഒന്ന് രണ്ടും പറഞ്ഞ് വഴക്കിടും. എന്ന് വെച്ചിട്ട് ഈ മാതിരി തോന്നിയ ദിവസം ഞാൻ കാണിക്കില്ല. നീ കാണിക്കൂടാ. നിന്റെ പാർട്ടി എന്ന് പറഞ്ഞാൽ നിനക്ക് കുടുംബം ബന്ധമൊന്നുമില്ല. ആ ചന്ദ്രനെ കൊണ്ട് നിന്റെ പാർട്ടിക്കാരാണ് തല്ലിച്ചുണ്ടാവുക. അമ്മാവൻ അളി ഇതൊന്നും വിശ്വസിക്കരുത്. ഇവരെ എല്ലാവർക്കും അറിയാൻ ക്ലീറ്റോ എന്താ സംഭവിച്ചേക്കണേന്നുള്ളത്. കൂടുതൽ ഇനി നിന്ന് ന്യായീകരിക്കണ്ട. രാവിലെ തുടങ്ങിയത് അങ്ങോർക്ക്. അവനെ അവന്റെ തലവട്ടം കണ്ട അവനെ കടിച്ചു കീറാൻ ചെല്ലും. നിങ്ങളോട് എന്ത് ദ്രോഹം ചെയ്തവൻ? നീ ആവശ്യമില്ലാത്തതാണത്. പറഞ്ഞു അവനെ കൊന്നെടുക്ക്, അപ്പൊ സമാധാനമാവുമല്ലോ. ഇങ്ങനൊരു സാധനം അവനൊന്നും ആയിരിക്കില്ല. അത് പറഞ്ഞില്ല, ആ ഗൾഫുകാരന്റെ വീട്ടിൽ പോയിട്ടില്ലേ. നീ ക്ലീറ്റ് അല്ലെങ്കിലും ക്ലീറ്റിന്റെ നാവുകൊണ്ടേ വരുവുള്ളൂ. അവനല്ലെന്നേ ഞാൻ തന്നെ ഇതൊക്കെ കാണണ്ടേ. ആ കാലിൽ എന്താന്ന് വെച്ചാ വെച്ച് കേട്ട് അവൻ ആരാന്നൊന്നും അറിയണല്ലോ. പിടിക്കുന്ന വേണ്ടത് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ചേച്ചി ഞാൻ അറിഞ്ഞിട്ടല്ലോ. കനക, എടാ എന്താ അവിടെ? അമ്മാവ ഒന്നിങ്ങ് വന്നേ. അതെ, എന്തോ ഒരു പ്രശ്നമുണ്ട്. നടരാജൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ വിളിക്കും. അളിയനെ തല്ല് കിട്ടിയത് നേരെ പാർട്ടി ഓഫീസിൽ ചെന്ന് ആഘോഷിക്കാവും. അപ്പൊ കൂട്ടുകാർ ഓരോരുത്തർ ഇനി വിളിക്കും. അല്ല, നമ്മൾ തെറ്റിദ്ധരിച്ചതാ. ക്ലീറ്റോ ആരുമായിട്ടും അവിടെ വഴക്കുണ്ടാക്കി അടിച്ചു എന്നൊക്കെ പറയണ. മറ്റേ ചന്ദ്രന്. നിന്നെ തല്ലിയോനെ? ആ, അവിടെ എന്തോ വഴക്കൊക്കെ ഉണ്ടായി. ഇവിടുന്ന് പോണുണ്ടോ അങ്ങോട്ടാണ്. ഒന്നും ഉണ്ടായിരിക്കണേ. ക്ലീറ്റസ് പോയിട്ട് ചന്ദ്രനെ തല്ലേ നടക്കണ വല്ല കാര്യം പറയും. അല്ല, സത്യമാണ്. നീ ഒന്ന് വിളിച്ചു നോക്കുന്ന. എന്നിട്ട് അവൻ എവിടെയെന്ന് പറഞ്ഞാ? ഇല്ല, എനിക്ക് ക്ലീറ്റോനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അല്ലെങ്കിൽ നീ ഒന്ന് പോയി അന്വേഷിക്കടാ, എനിക്ക് പേടിയാവുന്ന. ക്ലീറ്റോ, എന്താ പറ്റിയ? നടരാജൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നുമില്ല, തല്ലിയില്ലേ ചന്ദ്രൻ, അവനൊരെണ്ണം കൊടുത്തു. ഒന്നുമില്ല, നിന്നെ തല്ലിയെന്ന് കേട്ടപ്പോഴേ എനിക്കെന്തോ എൻ്റെ ഉള്ളിലൊരു എനിക്കങ്ങോട്ടൊരു സമാധാനമില്ല. മാത്രമല്ല, ചിലരിവിടെ ഞാൻ ചെയ്യാത്ത കുറ്റം എൻ്റെ മണ്ടയിൽ അങ്ങനെ വെച്ച് ചാർത്തിക്കൊണ്ടിരിക്കുകയല്ലേ. അതെനിക്ക് വിഷയമല്ല. അല്ലേ, ഞാൻ അവനെ വീട്ടിൽ ചെന്ന് വിളിച്ചിറങ്ങി. ഞാൻ ചോദിച്ചു എന്തിനാ തല്ലിയെന്ന് ചോദിച്ചു. അപ്പോൾ അത് ക്ലീറ്റസേ, ഞാൻ സ്മോള് കഴിച്ചിരുന്നു, അതിൻ്റെ പുറത്ത് അറിയാതെ തല്ലിയതാണ്. അപ്പം തന്നെ ഞാൻ ഒരെണ്ണം അങ്ങോട്ട് കരണക്കുറ്റിക്ക് ഇട്ട് കൊടുത്തു. ഞാൻ ഇപ്പോൾ ബോധത്തോടെയാണ് തല്ലിയത്, ഇനി മേലാൽ ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞു. കുറെ അവന്മാരുണ്ടറിയാ, രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ബോധമില്ലാതെ അങ്ങനെ പറയണം ഇങ്ങനെ പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ടേ നമ്മളൊന്നും കള്ളു പിടിക്കാത്ത പോലെ. എന്തായാലും ഇപ്പോഴാണ് നീ ഒരു ആൺകുട്ടിയായത്, ഹവീൽദാറുടെ മരുമകനായത്, അളിയനും ആയത്. അപ്പോൾ ഞാനും എൻ്റെ അളിയനും കൂടെ ഒന്നും രണ്ടും ഒക്കെ പറയും, വഴക്ക് വിടും, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലളിയാ കൊച്ചു വർത്താനൊക്കെ പറയും. എന്ന് വെച്ചിട്ട് പുറത്തുനിന്ന് ഒരുത്തം വന്ന് ഞങ്ങളെ അങ്ങനെ അങ്ങ് തല്ലാൻ വന്നാലേ നോക്കിയിരിക്കാൻ ഞങ്ങൾക്ക് പറ്റൂല. അല്ലളിയാ, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല.